ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായും പ്രധാനമായും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടി സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം ജീവിക്കുവാനായി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ എഴുതേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. ഈ മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മന്ത്രമല്ല. അതിവിശേഷപ്പെട്ട ജീവിതത്തിലെ നമ്മുടെ എല്ലാവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തവിട് പൊടിയാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ്. അതായത് നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമാണ്, പണം എന്നുള്ളത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ബഹുമാനവും അതുപോലെ തന്നെ സ്നേഹവും എല്ലാം കിട്ടുന്നുള്ളൂ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതൊരു കുടുംബത്തിൻ്റെയും സമാധാനവും അതുപോലെ തന്നെ സ്നേഹവും ആശ്രയിച്ചിരിക്കുന്നത് പോലും ഈ പണത്തെ തന്നെയാണ്. നമ്മൾ സാധാരണ നല്ല രീതിയിൽ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും നമ്മുടെ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാവരും എപ്പോഴും കാണും. അതേസമയം നമുക്ക് ഒരു ജോലിയിൽ ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ തന്നെ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്നിങ്ങനെ നിങ്ങളൊന്ന് തിരിച്ചു നോക്കുക, തരം തിരിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മളോടൊപ്പമുള്ള ബന്ധുക്കൾ ആരാണ്, നമ്മളോടൊപ്പമുള്ള സുഹൃത്തുക്കൾ ആരാണ്, എന്തിനു വേണ്ടിയാണ് അവർ നമ്മളോടൊപ്പം ഇത്രയും നാൾ കൂടെ നിന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി തരുന്ന ഒന്നാണ് ഈ പണം എന്ന് പറയുന്നത്. ഈ പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും വഴിപാട് രീതികളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി നമുക്കെല്ലാവർക്കും അറിയാം, ധനത്തിൻ്റെ അധിപൻ എന്നറിയപ്പെടുന്നത് സാക്ഷാൽ ശ്രീ വെങ്കിടാചലപതി ഭഗവാനാണ്. തിരുപ്പതി തിരുമലയിൽ കുടികൊള്ളുന്ന വെങ്കിടാചലപതിയുടെ അനുഗ്രഹം ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. അങ്ങനെ തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കൂടി അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം ഭഗവാൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള തിരുപ്പതി വെങ്കിടാചലപതിയുടെ ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സാധാരണ അറിയുന്ന ഒരു മന്ത്രമാണ്. നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനത്തിലും എപ്പോഴും ചൊല്ലുന്ന ഒരു മന്ത്രമാണ് ഓം നമോ വെങ്കടേശായ എന്നുള്ള മന്ത്രം. ഇത് സാധാരണ എപ്പോഴും ചൊല്ലുന്ന ഒരു മന്ത്രമാണെങ്കിലും കൂടി ഈ മന്ത്രത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. തിരുപ്പതി ദർശനത്തിന് പോയവർക്ക് എല്ലാവർക്കും അറിയുവാൻ സാധിക്കുന്ന ഒന്നാണ്. നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അതായത് തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ അത് എവിടെ നിന്നാണെങ്കിലും താഴെയാണെങ്കിലും ഈ ഒരു മന്ത്രം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഊർജ്ജമാണ് ഉള്ളത്. നമ്മൾ പറയുന്നതിനേക്കാളും അത് മൈക്കിലൂടെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ അനുഭവപ്പെടുന്ന ആ ഒരു സന്തോഷം എന്നുള്ളത് പറഞ്ഞറിയിക്കുവാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയാം. ഞാൻ ഇപ്പോൾ ഇവിടെ അതിൻ്റെ ചെറിയ ഒരു വോയിസ് കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് തുടർച്ചയായി പറയാം. തിരുപ്പതിയിൽ പോയിരിക്കുന്നവർ ഈ ഒരു മന്ത്രം അതായത് ഇതേ ശബ്ദത്തിൽ കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. അങ്ങനെയുള്ള ഒരു മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ മന്ത്രം ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓം എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ ശബ്ദമായിട്ടും നമോ വെങ്കിടേശായ എന്നുള്ളത് വെങ്കിടാചലപതി ഭഗവാനെ നമ്മൾ ശരണാഗതി അടയുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ടാണ് കരുതപ്പെടുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് മന്ത്രങ്ങൾ മാറ്റങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടു തന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഓം നമോ വെങ്കിടേശായ എന്നുള്ള മന്ത്രം. നമ്മുടെ ആദ്യകാല വീഡിയോകൾ കാണുന്നവർക്കറിയാം, ഞാൻ തിരുപ്പതി തിരുമലയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ് ദർശനം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഓം നമോ വെങ്കിടേശായ എന്നുള്ള മന്ത്രത്തിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പല വിഷമഘട്ടങ്ങളിലും ഒരു താങ്ങായും തണലായും നിൽക്കുന്ന ഒരു മഹാമന്ത്രമാണ് ഓം നമോ വെങ്കിടേശായ എന്നുള്ള ഈ മന്ത്രം. ജീവിതത്തിൽ ഒന്നുമല്ല എന്ന് തോന്നുന്ന ഒരു നിമിഷം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും.
നമ്മളെക്കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല, നമ്മൾ എന്തിനാണ് ഇങ്ങനെ എന്നിട്ട് ഭഗവാൻ കഷ്ടപ്പെടുത്തുന്നത്, എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ശരിയായി കിട്ടുന്നില്ല, എൻ്റെ ജീവിതം മുഴുവൻ പരാജയമാണ് എന്ന് നമ്മൾ എപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുവോ അപ്പോൾ ഓം നമോ വെങ്കടേശായ എന്നുള്ള മന്ത്രം മനസ്സുരുക്കിക്കൊണ്ട് മനഃപൂർവ്വമായി ഭഗവാനിൽ നമ്മുടെ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് ചൊല്ലുന്ന ഏതൊരു ഭക്തനെയും തിരുമല തിരുപ്പതി ബാലാജി കൈവിടില്ല എന്ന് തന്നെ പറയാവുന്നതാണ്. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമുക്ക് തരുന്ന ആ ഒരു ധൈര്യം തന്നെയാണ് നമ്മുടെ ജീവിതം ശരിയായ ദിശയിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നുന്നത്. അങ്ങനെ ചൊല്ലി ഫലം നേടിയെടുത്ത ഒരാൾ കൂടിയാണ് എന്ന നിലയിൽ ഞാൻ വീണ്ടും ഇവിടെ തറപ്പിച്ചു പറയുകയാണ്, ഈ ഒരു മന്ത്രത്തിന് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരുവാൻ സാധിക്കും. തിരുപ്പതിയെക്കുറിച്ചോ ഭഗവാനെക്കുറിച്ചോ ഒന്നും അറിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും എന്നെ ഇന്ന് ഞാനാക്കിയത് എൻ്റെ ഈ ഭഗവാനാണ് എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സാമ്പത്തിക തടസ്സം ഒരിക്കലും ഉണ്ടാകില്ല. അങ്ങനെ തന്നെ ഉണ്ടെങ്കിലും കൂടി അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഊർജം നമുക്ക് ഭഗവാൻ തന്നനുഗ്രഹിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ഭഗവാന്റെ ഓം നമോ വെങ്കടേശായ എന്നുള്ള മന്ത്രം ഒരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാമെങ്കിലും കൂടി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഒരു നോട്ട് പുസ്തകം, അതായത് വരയിടാത്ത നോട്ട് പുസ്തകം എടുക്കുക, അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ നിറവേറി കിട്ടേണ്ടത് ആ ഒരൊറ്റ ആഗ്രഹം മാത്രം മനസ്സിൽ കരുതുക. ചിലർക്ക് പണമായിരിക്കും ആവശ്യം, ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായിരിക്കും, ചിലർക്ക് തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിരിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മോചനം നേടണമെങ്കിലും നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എഴുതാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ചിലർ പറയുന്ന ഒരു കാര്യമാണ് തൊഴിലിൽ തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. തൊഴിൽ തടസ്സം മാറിക്കിട്ടുവാൻ ഏറ്റവും വലിയ ബിസിനസ്സുകാർ പോലും ആശ്രയിക്കുന്നത് തിരുപ്പതി ബാലാജിയെ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ധന അധിപൻ എന്നാണ് തിരുപ്പതി ബാലാജിയെ പറയപ്പെടുന്നത്. ധനത്തിൻ്റെ അധിപനായ തിരുപ്പതി ബാലാജി ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ചെറിയ പങ്ക് ഭഗവാന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്തതിൻ്റെ 100 ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തൊഴിൽ ചെയ്യുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ രാത്രിയിൽ ഒരു നോട്ട് പുസ്തകമോ ഒരു പേപ്പറോ എടുത്ത് നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ഏത് കാര്യമാണോ നിറവേറി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ കൈയും മുഖവും കഴുകിക്കൊണ്ട് ഈ മന്ത്രം 51 തവണ എഴുതുക. ഓരോ തവണ എഴുതുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടി, ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്നുള്ള ആ പരിപൂർണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ എഴുതുക. ഇത് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എഴുതാവുന്നതാണെങ്കിലും കൂടി ചിലർക്ക് ഈ മന്ത്രം എഴുതുന്ന സമയത്ത് ശുദ്ധമായിരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ 21 ദിവസം എഴുതുന്നത് പീരിയഡ്സോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ആ ഒരു ദിവസമായിട്ട് തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി വളരെ ഭക്തിപൂർവ്വം നിങ്ങൾ ഇത് എഴുതുകയാണെങ്കിൽ നോൺ വെജ് പോലും ഈ 21 ദിവസം ഒഴിവാക്കിക്കൊണ്ട് ഇത് എഴുതുന്നതും വളരെ നല്ലതാണ്. ഇനി അഥവാ രാത്രിയിൽ എഴുതാൻ സാധിക്കാത്തവരാണെങ്കിൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ കൈയും മുഖവും കഴുകിക്കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മന്ത്രം എഴുതാവുന്നതാണ്. 21 ദിവസവും 51 തവണയാണ് നമ്മൾ ഓം നമോ വെങ്കടേശായ എന്നുള്ള മന്ത്രം എഴുതേണ്ടത്. എഴുതുമ്പോൾ ശ്രദ്ധ പതറാതെ നമ്മുടെ ശ്രദ്ധ എവിടെയാണ്, ഭഗവാനിൽ തന്നെ ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഇത് എഴുതുവാനായിട്ട്. നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് മഹാലക്ഷ്മി ദേവിയുടെയും തിരുപ്പതി വെങ്കടാചലപതിയുടെയും അനുഗ്രഹത്തോടുകൂടി നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ മാറിക്കിട്ടും. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടനെ നിറവേറിക്കിട്ടും. നിങ്ങൾ എന്താണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്ന് എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും. 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടിയാലും നിങ്ങൾ 21 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു മന്ത്രം എഴുതുവാനായിട്ട് ശ്രമിക്കുക. ഇനി നിത്യവും എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിലും വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പൂജാമുറിയിൽ ചെന്നിരുന്നു കൊണ്ട് ഈ മന്ത്രം 108 പ്രാവശ്യം നമുക്ക് ചൊല്ലാവുന്നതാണ്. വൈകുന്നേരങ്ങളിൽ നമുക്ക് 108 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. ഉറങ്ങുന്നതിന് മുന്നേ ഈ മന്ത്രം ജപിച്ചു കിടക്കാവുന്നതാണ്. നമുക്ക് എപ്പോൾ മനസ്സിൽ വലിയൊരു ഭാരം തോന്നുന്നുവോ, വിഷമങ്ങൾ തോന്നുന്നുവോ, നമുക്ക് ആരുമില്ല എന്ന് നമുക്ക് എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ നിങ്ങൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഒരു തണുത്ത കാറ്റായിട്ട് നമുക്കൊരു താങ്ങായിട്ട് ഭഗവാന്റെ കൈകൾ നമ്മളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് നമുക്ക് അറിയിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു സൂചനകൾ ഭഗവാൻ നമ്മളുടെ
നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഏതൊരു ദിവസങ്ങൾ വേണമെങ്കിലും എഴുതി തുടങ്ങാമെങ്കിലും കൂടി വ്യാഴാഴ്ച ദിവസങ്ങളിലോ ശനിയാഴ്ച ദിവസങ്ങളിലോ നിങ്ങൾ എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടും. കാരണം ശനിയാഴ്ച എന്ന് പറയുന്നത് ഏഴുമലയാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ്. വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഭഗവാൻ നമുക്ക് നേത്ര ദർശനം തന്ന് ഭക്തജനങ്ങളെ കാണുന്ന ഒരു ദിവസമാണ്. സാധാരണ എല്ലാ ദിവസങ്ങളിലും ഭഗവാൻ തിരുനാമങ്ങൾ മറഞ്ഞിരിക്കുന്നത് വരെയും ഇടുന്നതാണ് പതിവ്. പക്ഷേ വ്യാഴാഴ്ച ദിവസം മാത്രമാണ് നേരിയ തോതിലുള്ള നാമങ്ങൾ കൊണ്ട് കണ്ണുകൾ തുറന്നുകൊണ്ട് തൻ്റെ ഭക്തജനങ്ങളെ കാണുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്. ആ ദിവസത്തിൽ അവിടെ ചെന്ന് ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾക്ക് മാത്രമല്ല, ഭഗവാനെ മനസ്സിൽ വിചാരിക്കുന്ന ഭക്തജനങ്ങൾക്ക് പോലും കോടി പുണ്യം എന്ന് തന്നെ പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് എഴുതി നോക്കുക. തീർച്ചയായും ഫലം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, വഴിപാടുകൾ, പൂജാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമഃ.